നമസ്കാരം. റേബീസ് അഥവാ പേവിഷബാധയെ പറ്റിയാണ് ഈ വീഡിയോ. ലൈസ 2 വൈറസ് എന്ന് പറയുന്ന ഒരു RNA വൈറസാണ് പേവിഷം ഉണ്ടാക്കുന്നത്. പട്ടി, പൂച്ച, ചെന്നായ, കുറുക്കൻ, വവ്വാൽ മുതലായ ജീവികളിലാണ് ഈ വൈറസ് സാധാരണ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ഈ ജീവികളുടെ സലൈവ വഴി, ഉമിനീര് വഴിയാണ് മനുഷ്യരിൽ ഈ വൈറസ് എത്തുന്നത്. മനുഷ്യരിലെ ഈ വൈറസ് എത്തിക്കഴിഞ്ഞാൽ 100% ഫെയ്റ്റലാണ്, മാരകമാണ്. നായകടിയേറ്റാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. നായകടിയേറ്റാൽ ആദ്യമായി മുറിവ് നല്ല വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകണം. ഏത് വെള്ളത്തിൽ കഴുകണം? അണ്ടർ റണ്ണിങ് ടാപ്പ് വാട്ടർ, അതായത് തുറന്നിട്ട പൈപ്പിൻ്റെ അടിയിൽ മുറിവേറ്റ ഭാഗം കാണിച്ച് കഴുകണം. എത്ര നേരം കഴുകണം? 15 മിനിറ്റെങ്കിലും മിനിമം കഴുകണം. 15 മിനിറ്റ് കഴുകിയതിന് ശേഷമാണ് അടുത്ത് ചെയ്യേണ്ടത്. എന്ത് വെച്ച് കഴിയണം? സോപ്പ് വെച്ച് വേണം. ഏത് സോപ്പ് ഉപയോഗിക്കാം. ഈ 15 മിനിറ്റ് കഴുകിയതിന് ശേഷം നമ്മൾ അതിനകത്ത് മുറിവിൽ ബീറ്റാഡിനോ ആൽക്കഹോളോ ടിങ്ചറോ ഒക്കെ പുരട്ടാവുന്നതാണ്. പിന്നെ നമ്മൾ വാക്സിനേഷനുള്ളത് പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ, ഇൻട്രാഡബിൾ വാക്സിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് 4 ഡോസുണ്ട്. കടിയേറ്റ അന്ന് ആദ്യത്തെ ഡോസ്, പിന്നെ 3-ാം ദിവസം, 7-ാം ദിവസം, പിന്നെ 28-ാം ദിവസം. അതുപോലെ ഇമ്മ്യൂണോഗ്ലോബിൻ ചികിത്സയുണ്ട്. ഇമ്മ്യൂണോഗ്ലോബിൻ്റെ 1 ഡോസാണ്. അത് ഇമ്മ്യൂണോഗ്ലോബിൻ്റെ ചികിത്സ നൽകുകയാണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച തന്നെ നമുക്ക് അതിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. മുറിവ് കാറ്റഗറൈസ് ചെയ്ത് അതനുസരിച്ചിട്ടാണ് ഇമ്മ്യൂണോഗ്ലോബിനും അല്ലെങ്കിൽ വാക്സിനേഷൻ എന്ത് ചികിത്സയാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ എല്ലാ ചികിത്സകളും ഇമ്മ്യൂണോഗ്ലോബിനായിട്ട്, വാക്സിനേഷനായിട്ട് എല്ലാം തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ കേരളത്തിലുടനീളം സൗജന്യമായി ലഭ്യമാണ്. ഓർക്കുക, പേവിഷത്തിന് നമുക്ക് ചികിത്സയില്ല, പ്രതിരോധം മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.